ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ആകാശദീപം കൊളുത്തുന്നതിനെ കുറിച്ചാണ്. തമിഴ്നാട്ടിലുള്ളവർക്കും, അതായത് തമിഴ്നാട്ടിൽ താമസിക്കുന്നവർക്കും തമിഴ് ചാനൽസ് ഫോളോ ചെയ്യുന്നവർക്കുമൊക്കെ ചിലപ്പോൾ ഈ ഒരു ആകാശദീപം എന്ന് പറയുന്നത് സുപരിചിതമായിരിക്കും. നമ്മുടെ എന്തൊരു ആഗ്രഹവും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 30 ദിവസം അടുപ്പിച്ച് കൊളുത്തുന്ന ഒന്നാണ് ഈ ഒരു ആകാശദീപം എന്ന് പറയുന്നത്. ഇത് വർഷത്തിലൊരിക്കൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അത് എന്തുമാവാം. മക്കളുടെ വിവാഹം, സ്വന്തമായിട്ടൊരു ജോലി, വീട്, വാഹനം, നല്ല സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതം, അങ്ങനെയുള്ള എന്തൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ആകാശദീപം 30 ദിവസം കൊളുത്താവുന്നതാണ്. ഇത് അഷ്ടദിക്പാലകരെ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊളുത്തുന്നത്. ഇത് എങ്ങനെയാണ് കൊളുത്തേണ്ടത്, എന്തൊക്കെയാണിത് ചെയ്യേണ്ടത്? ഇത് കൊളുത്തി നമ്മൾ തുടങ്ങേണ്ടത് നാളെ മുതലാണ്. അതായത് ഒക്ടോബർ മാസം 21-ാം തീയതി മുതൽ നവംബർ 20 വരെയുള്ള തുടർച്ചയായ 30 ദിവസങ്ങളിലാണ് നമ്മൾ ഈ ഒരു ആകാശദീപം കൊളുത്തുന്നത്. സ്ത്രീകൾക്ക് പീരിയഡ്സ് വരുന്ന ആ ദിവസങ്ങളിൽ നിങ്ങൾക്കിത് കത്തിക്കേണ്ട. അങ്ങനെയല്ല, വീട്ടിലുള്ള മക്കളെ കൊണ്ടോ ഹസ്ബൻഡ്, അച്ഛൻ, അമ്മയെ കൊണ്ടൊക്കെ കൊളുത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊളുത്താവുന്നതാണ്. അതേപോലെ നോൺ വെജ് കഴിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് കൊളുത്താവുന്നതാണ്. ഇത് കൊളുത്തുന്നത് സന്ധ്യയ്ക്കാണ്. വൈകുന്നേരം മാത്രമേ നമുക്ക് ഈ ഒരു ആകാശദീപം കൊളുത്താൻ സാധിക്കുകയുള്ളൂ. വൈകുന്നേരം എന്ന് പറയുമ്പോൾ വിളക്ക് കൊളുത്തുന്നതിന് മുൻപായിട്ട്, അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നതിന് മുൻപായിട്ട് വേണം ആകാശദീപം കൊളുത്താൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 5:30-നും 7:30-നും ഇടയ്ക്കുള്ള ഒരു സമയത്താണ് നമ്മൾ ആകാശദീപം കൊളുത്തേണ്ടത്. ഒരുപാട് ഇരുട്ടിയിട്ട് നമ്മൾ ആകാശദീപം കൊളുത്തരുത്. ഇപ്പോൾ രാത്രി പെട്ടെന്നാകുന്നത് കൊണ്ട് തന്നെ ഒരു 5:30 തന്നെ നിങ്ങൾക്കിത് കൊളുത്താവുന്നതാണ്. അപ്പോൾ കൊളുത്തേണ്ടുന്ന രീതികളൊക്കെ, അതായത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇനി ഇത് കൊളുത്തുന്നത് എങ്ങനെ, എവിടെ? ആകാശദീപം നമ്മളിത് ആകാശം നോക്കിയാണ് കൊളുത്തുന്നത്. അതുകൊണ്ടാണ് ഇതിന് ആകാശദീപം എന്ന് പേര് വന്നത്. അതായത് ആകാശം കാണണം നമ്മൾ ഈ ഒരു ദീപം കൊളുത്തുന്നത്. അതായത് വീടിനുള്ളിൽ നമ്മൾ ഒരിക്കലും ആകാശദീപം കൊളുത്താൻ പാടില്ല. വെളിയിലായിട്ട് വീടിന് പുറത്ത് വേണം കൊളുത്താൻ. അതും നമ്മുടെ വീടിൻ്റെ ഈശാന മൂലയായ വടക്ക് കിഴക്ക്, നോർത്ത് ഈസ്റ്റ് കോർണറിൽ തന്നെ ഈ ഒരു ദീപം കൊളുത്തണം. അത് മുൻപിലോ പുറകിലോ എവിടെയും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ വീട്ടിലെ ഈശാന കോൺ, നോർത്ത് ഈസ്റ്റ്, വീടിന് വെളിയിൽ എവിടെയാണോ ഈ ഒരു ഭാഗം വരുന്നത് അവിടെ വേണം പോയി കൊളുത്താൻ വേണ്ടിയിട്ട്. അതേപോലെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, മറ്റൊരു സൈഡിലും കൊളുത്തരുത്. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബാൽക്കണിയിലോ ടെറസിലോ കൊളുത്താവുന്നതാണ്. ബാൽക്കണിയിലാണെങ്കിലും എവിടെയാണ് ആ ഒരു നോർത്ത് ഈസ്റ്റ് എന്നുള്ളത് കണ്ടുപിടിച്ച്, മൊബൈലിൽ നമുക്ക് കോമ്പസ് ഉണ്ട്, അത് വെച്ച് നോക്കി കണ്ടുപിടിച്ച് കൊളുത്തിയാൽ മതിയാവും. ഇനി ഇത് കൊളുത്തുന്ന രീതി, ഇത് കൊളുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ പലക, അതായത് നമ്മുടെ കട്ടിംഗ് ടേബിൾ ഉണ്ടല്ലോ, പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്നത്, അതുപോലത്തെ ഒരു ചെറിയ കട്ടിംഗ് ബോർഡ് എടുക്കാം. അങ്ങനെയല്ലെങ്കിൽ ചെറിയ പീഠമുണ്ടെങ്കിൽ അതെടുക്കാം. പലകയുടെ ചെറിയ പീസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അങ്ങനെയല്ലെങ്കിൽ ഇഷ്ടിക, ചുടുകട്ട പോലുള്ള കട്ടകളുണ്ടെങ്കിൽ അതെടുക്കാം. അങ്ങനെയല്ലെങ്കിൽ ടൈൽസ്, ഇപ്പോൾ വീട് പണിയൊക്കെ നടക്കുമ്പം ടൈൽസിൻ്റെ മുറിച്ച ഒരു പാകം ഉണ്ടെങ്കിൽ അതെടുക്കാം. കാർഡ്ബോർഡൊന്നും ഒരിക്കലും എടുക്കരുത്. ഇതുപോലെയുള്ള എന്തെങ്കിലും എടുത്ത് നല്ല വൃത്തിക്ക് കഴുകി തുടച്ചിട്ട് അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കോലം വരയ്ക്കണം. കോലം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അത് അരിപ്പൊടി കൊണ്ട് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കോലം വരയ്ക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നെങ്കിൽ താമരപ്പൂവ്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു പൂവ്, അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഷഡ്കോണം നമ്മൾ വരയ്ക്കുമല്ലോ, അതുപോലെ ഒരു സ്റ്റാർ വരയ്ക്കാം. അതുമല്ല, എല്ലാവരുടെ കയ്യിലും സ്റ്റെൻസിലുണ്ടെങ്കിൽ ആ സ്റ്റെൻസിൽ വെച്ച് നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോലം, ആ ഒരു കോലം വരച്ചിട്ട് ആ കോലത്തിന് പുറത്തായിട്ട് നമ്മൾ മഞ്ഞളും കുങ്കുമവും പൊട്ട് ഇടണം. ഇട്ടിട്ട് ചെയ്യേണ്ടത്, ഒരു ദീപം എടുക്കുക, അതായത് മൺവിളക്കെടുക്കുക. മൺവിളക്കെന്ന് പറയുമ്പം ഞാൻ ദാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നവരാത്രിയിൽ കിടാവിളക്ക് 9 ദിവസം ഞാൻ കൊളുത്തിയ മൺവിളക്കാണ്. ഇത്രയും വലിപ്പം ഇല്ലെങ്കിലും ഇതിനേക്കാട്ടിലും കുറച്ചും കൂടി ചെറിയ ഒരു മൺവിളക്കാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ 8 ദീപങ്ങളാണ് കൊളുത്തുന്നത്. ഇതുപോലത്തെ ഒരു മൺവിളക്ക് എടുക്കുക. മഞ്ഞൾ കുങ്കുമം പൊട്ട ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ തൊട്ടിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു
കോലത്തിന് മുകളിൽ വെക്കുക. ഇവിടെ ബ്രാസിൻ്റെ പ്ലേറ്റോ വാഴയിലയോ ഒന്നും നമുക്ക് വേണ്ട. ആ ഒരു കട്ടയിലോ തടിയിലോ കോലമിട്ടിട്ട് അതിന് പുറത്തായിട്ട് ഈ ഒരു മൺവിളക്ക് വെക്കുക. എള്ളെണ്ണ, അതായത് ശുദ്ധമായ നല്ലെണ്ണ ഒഴിച്ച് മാത്രമേ നമ്മൾ ഈ ഒരു ആകാശദീപം കൊളുത്താൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇതിൽ 8 തിരികളാണ് ഇടുന്നത്. ഞാൻ പറഞ്ഞു 8 ദിക്കുകളിൽ നിന്നുമാണ് നമ്മുടെ വീട്ടിലോട്ട്, നമ്മളിലോട്ട് ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ കടന്നു വരുന്നത്. അപ്പോൾ ആ ഒരു അഷ്ടദിക് പാലകർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ആദരവാണ് ഈ ഒരു ദീപം എന്ന് പറയുന്നത്. അപ്പോൾ 8 തിരികൾ ഇടണം. 8 തിരികൾ എന്ന് പറഞ്ഞാൽ കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക് അങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും നടുക്കായിട്ട് നമ്മൾ ഇടണം. അതായത് വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, ഈ ഭാഗത്തോട്ട് നോക്കിയിട്ട് നമ്മൾ 8 തിരികൾ ഇടുന്നു. അതിനുശേഷം ഇതൊക്കെ നമുക്ക് വീടിനുള്ളിൽ വെച്ച് തന്നെ ചെയ്യാം. അങ്ങനെയല്ല വീടിന് പുറത്ത് പോയി ചെയ്യണമെങ്കിൽ അങ്ങനെയും ആവാം. എന്നിട്ട് എവിടെയാണോ നിങ്ങളുടെ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്ക് ഭാഗം വീടിന് വെളിയിൽ, അവിടെ കൊണ്ടുപോയി ഈ ഒരു ദീപം വെച്ചിട്ട് കത്തിക്കുക. കത്തിക്കുമ്പോൾ ആദ്യത്തെ കിഴക്കോട്ടുള്ള ഭാഗത്തെ കത്തിക്കണം. അതിന് ശേഷം നിങ്ങളത് ചുറ്റി കത്തിച്ചാൽ മതിയാകും. അങ്ങനെ കത്തിച്ചിട്ട് ആ കത്തിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താഗ്രഹം സാധിച്ചു കിട്ടണമെന്ന് ഉദ്ദേശിച്ചാണോ ഈ ഒരു ആകാശദീപം കൊളുത്തുന്നത്, ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ആകാശദീപം കൊളുത്താൻ വേണ്ടിയിട്ട്. ഇത് കത്തിച്ചതിന് ശേഷം ഒരു പൂവ്, എന്തെങ്കിലും ഒരു പൂവ് കയ്യിലെടുത്ത് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം, അതിന് തടസ്സമായി നിൽക്കുന്നതൊക്കെ മാറ്റിത്തരണമെന്ന് അഷ്ടദിക്പാലകരോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഒരു പൂ വെക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ധൂപദീപ ആരതിയോ നിവേദ്യം സമർപ്പിക്കുകയോ ഒന്നും വേണ്ട. ഏറ്റവും കുറഞ്ഞത് 24 മിനിറ്റാണ് നമ്മൾ ഈ ഒരു ദീപം കൊളുത്തി വെക്കേണ്ടത്. ഇനി മഴയൊക്കെയാണ്, ഇപ്പോൾ തുലാമാസം തുടങ്ങിയല്ലോ, മഴയൊക്കെയാണ്, നിങ്ങൾ കത്തിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മഴ പെയ്തത് കെട്ടുപോയാൽ സാരമില്ല, വീണ്ടും അത് കത്തിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇനി കാറ്റൊക്കെ ആണെങ്കിൽ കെട്ടുപോയാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കത് വീണ്ടും കൊളുത്താവുന്നതാണ്. ഇനി എണ്ണ മിച്ചമുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കത്തിക്കാം, അതിലും തെറ്റുകളൊന്നുമില്ല. പക്ഷേ 8 തിരികളും എല്ലാ ദിവസവും മാറ്റണം. അതുപോലെ നമ്മൾ വരച്ചിരിക്കുന്ന കോലം അത് എല്ലാ ദിവസവും മാറ്റി പുതിയ കോലം നിർബന്ധമായിട്ടും വരച്ചിരിക്കണം. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു വിളക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് കൊളുത്തണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വളരെ വലിയ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ കാറ്റിൽ ഇത് അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചുറ്റും എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ വലിയ കാർഡ്ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കാം, തീ പിടിക്കാത്ത രീതിയിൽ. പക്ഷേ മുകൾ ഭാഗം ഒരിക്കലും മറക്കരുത്, കാരണം ഈ ദീപം കാണണം, ആകാശം കാണണം. ഇനി ഇത് നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റ് കോർണറിൽ കൊളുത്താൻ പറ്റില്ല, അങ്ങനെയുള്ള സ്ഥലപരിമിതികളുണ്ട് വീടിന് വെളിയിൽ എന്നൊക്കെ പറയുന്നവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നമ്മളിത് ആ ഒരു സ്ഥലത്ത് മാത്രമേ കൊളുത്താവുള്ളൂ, ആകാശം നോക്കി തന്നെ കൊളുത്തുകയും വേണം. അതിവിടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ എന്തൊരാഗ്രഹമാണെങ്കിലും വളരെ പെട്ടെന്ന് സാധിച്ചു തരുന്ന ഈ ഒരു ആകാശദീപം എല്ലാവരും നാളെ മുതൽ കൊളുത്താനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.